ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് കാണണം. കണ്ടാൽ മാത്രം പോരാട്ടോ. ഇവനെ പോലുള്ള മരവാണങ്ങൾക്ക് ഇവന്റെ കണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കൊടുക്കണം. വർഗീയ രാഷ്ട്രീയം വെടിഞ്ഞ് മതേതര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറിയിട്ടുള്ള നമ്മുടെ സന്ദീപ് വാര്യറിന് ഇപ്രാവശ്യം കോൺഗ്രസ് ഒരു സീറ്റ് കൊടുത്തു. അതും 60 വർഷമായിട്ട് CPM ഭരിച്ചുകൊണ്ടിരുന്ന തൃക്കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു സന്ദീപ് വാര്യർ മത്സരിച്ച് അവിടെ ഒരു മിന്നുന്ന വിജയം പുള്ളി നേടി. പക്ഷെ പല സംഖ്യകളും പറഞ്ഞത് ഈ പറയുന്ന CPM കോട്ടയിൽ കൊണ്ടിട്ടത് സന്ദീപ് വാര്യറിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ സന്ദീപ് വാര്യർ മുകളിലേക്ക് ഉയർന്നു വരാൻ പാടില്ല എന്ന തരത്തിലായിരുന്നു സംഘപരിവാർ സൈബർ ഇടങ്ങളിലൊക്കെ സന്ദീപിനെതിരെ ഇങ്ങനെ നിരന്തരം വാർത്തകൾ വന്നത്. എന്നാൽ വർഗീയ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിന്റെ ഭാഗമായി മാറിയ സന്ദീപ് വാര്യറിന്റെ മുഖം നമ്മളൊന്ന് നോക്കണം. അദ്ദേഹത്തിന്റെ ആ മുഖത്ത് കാണുന്ന ആ ഒരു പ്രസന്നതയുണ്ടല്ലോ, അത് എവിടെയും കിട്ടത്തില്ല. നേരെ മറിച്ച് സംഘപരിവാറിന്റെ ഭാഗമായിരുന്ന സമയത്ത് പോലും അദ്ദേഹം ഈ ഡിബേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വളരെ ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ തോന്നിയത്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ പ്രസ്ഥാനത്തിൽ ഇരുന്ന സമയത്ത് പോലും അത്രയധികം പുള്ളിയെ നമ്മൾ വലിച്ചു കീറുന്ന രീതിയിലൊന്നും വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടില്ല. എന്താണെങ്കിലും ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വന്നു CPM കോട്ടയിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞപ്പോഴേ ഈ സംഘിവാണങ്ങൾക്ക് സത്യം പറ ഇതുപോലത്തെ ഒരു കടിയും ചൊറിച്ചിലും ഇല്ല കേട്ടോ. സന്ദീപ് വാര്യർ BJP ഭാഗമായിരുന്നെങ്കിൽ ഒരു സ്ഥലത്ത് പോലും MLA എന്നല്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകത്തില്ലായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് സന്ദീപ് വാര്യർ MLA ആയപ്പോഴത്തേക്ക് വല്ലാത്ത പ്രശ്നമാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ സന്ദീപ് വാര്യർ ഒരു പ്രസ്താവന നടത്തിയായിരുന്നു. ഉള്ളിസുരയെ കുറിച്ചിട്ടാണ് പുള്ളിയുടെ ഒരു പ്രസ്താവന. അത് കൊള്ളയുടെ അടുത്ത് കൃത്യമായിട്ട് കൊണ്ടതുകൊണ്ടാണ് ഈ അണ്ടിമുക്ക് ശാഖയിൽ നേരം വെളുത്ത് പോയി ട്രൗസർ വിട്ട് വടിയും കറക്കി അവിടുന്ന് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന സാധനം ഇവൻ്റെയൊക്കെ അണ്ണാക്കി തിരികി ഗോമൂത്രം ഒഴിച്ചു കൊടുത്ത് തലയ്ക്കകത്ത് ചാണകവും തിരികി തൃശ്ശൂർ ഭാഷയിൽ ഒരു പുതിയൊരു വേട്ടാവളിയും വന്നിട്ട് സന്ദീപ് വാര്യറിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ തന്തയില കരുവറാമോൻ പറയുന്നത് കേട്ടാണല്ലോ, നിന്റെ തന്ത ആരാണ് എന്നുള്ളത് നീ ആദ്യം പോയിട്ട് നിന്റെ അമ്മയെടുത്ത് പോയി ചോദിക്കണം. അപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഈ അണ്ടിമുക്ക് ശാഖയിൽ വന്ന ഏതോ 1, 2, 3, 4 ഇവന്മാര് കയറി ഉണ്ടാക്കി ഇനത്തിൽപ്പെട്ടിട്ടുള്ളവനാണ് നീ. തന്തയ്ക്ക് മുമ്പുണ്ടായ നിനക്ക് ഇതേ പറയാൻ പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് പറഞ്ഞു പോകും. കാരണം ഇവരുള്ള മരവാണങ്ങൾ നാറികൾ സത്യം പറയാൻ സംഘപരിവാറിന് പോലും അപമാനമാണ്. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടതിന് ശേഷം നമ്മുടെ ഒരു സഹോദരനുണ്ട്, ആ സഹോദരൻ കൊടുക്കുന്ന മറുപടിയും കൂടെ ഒന്ന് കേട്ടു പോയിക്കോളൂ. നമസ്കാരം കേട്ടാ. നമ്മുടെ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ ശ്രീമാൻ സന്ദീപ് വാര്യര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് അന്തമിട്ട് കുന്തമുഴുങ്ങി ആകാശത്തേക്ക് നോക്കി ഇരിക്കേണ്ട ഗതികേടാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. എല്ലാവർക്കും സീറ്റ് കൊടുത്തപ്പോ എന്തു പറ്റി? ഇദ്ദേഹത്തിന് ആകപ്പാടെ വെപ്രാളമായി. ചേടാ, ഇനി ഈ മറ്റു പാർട്ടിക്കാരന്മാരെല്ലാം കൂടെ എന്നെ എടുത്തിട്ട് അങ്ങ് പൊരിക്കുമല്ലോ എന്നൊരു വെപ്രാളം ആദ്യമൊക്കെ ആയി. പിന്നെ ഇദ്ദേഹം വായിന്ന് വരുന്നതൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് ഇദ്ദേഹത്തിന് തന്നെ അറിയാത്ത ഒരു രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ സംഭാഷണ ശൈലികൾ. വന്നിപ്പോ അദ്ദേഹത്തിന്റെ പിതാവ് ആരാണെന്ന് പോലും അറിയാൻ പറ്റാത്ത ഗതികേടിലേക്ക് അദ്ദേഹം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ വിളിക്കുന്നത് സന്ദീപ് വാരിയർ എന്നാണ്. സന്ദീപ് വാരിയേർ. സന്ദീപിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിയുകയാണ് കോൺഗ്രസ്സുകാര്. അവസാനം ഗത്യന്തരമില്ലാതെ വന്നപ്പോ സന്ദീപ് വാര്യരെ കൊണ്ടുവന്ന് തൃക്കരിപ്പൂര് കൊണ്ടങ്ങ് തള്ളി. ഇന്നാ നീ ഇവിടെ കിടന്നോ, തോക്കേ ജയിക്കേ എന്ത് പണ്ടാരം വേണമെങ്കിലും അടങ്ങിക്കോ, അവിടെ കൊണ്ടുവന്നാൽ കിട്ടും. അപ്പൊ ഇദ്ദേഹം അവിടെ പറഞ്ഞ എന്താണ്, ഞാൻ ഈ നാട്ടിൽ പുതിയതൊന്നുമല്ല, ഞാൻ ഇവിടെ എന്റെ അച്ഛൻ ഇവിടെ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് 10 വർഷം ഇവിടെ ജോലി ചെയ്ത ആളാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ പുതിയ ആളല്ല എന്ന്. ഇതേ സന്ദീപ് വാര്യർ തന്നെ മുമ്പ് ഒരു ചാനലിൽ ചർച്ചയ്ക്ക് വന്നിരുന്നപ്പോൾ പറഞ്ഞ എന്താണെന്നറിയാമോ, എന്റെ അച്ഛനൊരു പട്ടാളക്കാരനായിരുന്നു, റിട്ടയർഡ് പട്ടാളക്കാരനായിരുന്നു, അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ അച്ഛൻ പട്ടാളക്കാരനാണോ സ്റ്റേഷൻ മാസ്റ്ററാണോ, ഇദ്ദേഹത്തിന്റെ അച്ഛൻ ആരാണെന്ന് രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല ജനങ്ങൾക്കുൾപ്പെടെ ഇപ്പൊ കൺഫ്യൂഷനാണ്. ഇത് ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കൂ. ഒന്നുകിൽ പട്ടാളക്കാരനെ അച്ഛനാക്കൂ, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ മാസ്റ്ററെ അച്ഛനാക്കൂ. ഒരു നിലപാടിലെത്തൂ. സ്വന്തം അച്ഛനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഇദ്ദേഹം മാറി എന്നുള്ളതാണ് ദുരവസ്ഥ എന്നല്ലാതെ എന്താ പറയേണ്ടത്. ഞാൻ അദ്ദേഹത്തിന്റെ ആ വീഡിയോ ക്ലിപ്പ് ഇതിന്റെ കൂടെ വെക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കോൺഗ്രസിന്റെ സൈന്യ സ്നേഹം എന്താണെന്നുള്ളത് ഒരു പൂർവ്വ സൈനികനെ പറയാനായിട്ട് അറിയാം. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ഈ നാറിയോടൊന്നും നാണമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതായത് ഇവന്മാരുടെ ഭാഗത്ത് നിന്നിട്ട് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിനെ എടുത്തിട്ട് അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് ഒന്ന് അന്വേഷിക്കാൻ പോലുമുള്ള സാമാന്യ ബോധമില്ലാതെ അവന്റെ ആ കോണാത്തിലെ ഡയലോഗ് അടിക്കാനായിട്ട് നമസ്കാരം ഉണ്ടിട്ടാ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുകാരെ പറയിപ്പിക്കാനായിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കുരയ്ക്കുന്നതിന് മുമ്പ് ഒരു 2 പേരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം വേണം. അതെങ്ങനെയാ? തലയിൽ ചാണകമല്ലേ? അതായത്
സന്ദീപ് വാര്യറിനെ വാരിയർ എന്ന് ആര് വിളിക്കുന്നു? സംഘികൾ ഇപ്പൊ വിളിക്കുന്നു. കാരണം ഇപ്പൊ നല്ല രീതിയിൽ കുരു പൊട്ടുന്നുണ്ട്. ഏതായാലും സന്ദീപ് വാര്യർക്ക് അറിയാത്തത് കൊണ്ട് മാത്രമാണ് അച്ഛനെ രണ്ടിടത്ത് ജോലി കിട്ടതെന്നും ഇതിനെ ചേർത്തുകൊണ്ട് മറ്റേത് പറയാനായിട്ട് വന്ന ഇവനോട് സന്ദീപ് വാര്യറിന്റെ ഫാദറിനോട് തന്നെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം അയച്ച ഒരു മെസ്സേജ്, ഈ താഴെ കാണുന്നത് അദ്ദേഹം എനിക്ക് അയച്ചിരിക്കുന്ന ഒരു മെസ്സേജാണ്. ഒരു പാർട്ടിക്കാരൻ പോലും അല്ലാത്ത എനിക്ക് സന്ദീപ് വാര്യറിന്റെ അച്ഛനായിട്ടുള്ള ഗോവിന്ദ വാര്യറുടെ നമ്പർ കിട്ടാനും അതില് അദ്ദേഹത്തിനോട് സംസാരിക്കാനും സാധിച്ചു എന്നുണ്ടെങ്കിൽ എടാ നിനക്കൊക്കെ നിന്റെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വട്ടം ഒന്ന് ചിന്തിച്ചാൽ കിട്ടുന്നതല്ലേ ഉള്ളൂ. അദ്ദേഹം അയച്ച മെസ്സേജാണ് ഞാൻ ഈ താഴെ കൊടുക്കുന്നത്. യെസ്, ആഫ്റ്റർ VRS ഫ്രം ആർമി മൈ മദർ. സോറി, ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചിലപ്പോ പൊട്ടാ നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇതിന്റെ മലയാളത്തിൽ പറഞ്ഞുതരാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 1962 ചൈനീസ് ആക്രമണത്തിന്റെ സമയത്ത് ഞാൻ ആർമി കോർപ്പ് ഓഫ് സിഗ്നൽസിൽ ചേരുന്നത്. പിന്നീട് മധ്യപ്രദേശിലെ മിലിറ്ററി കോളേജ് ഓഫ് ടെലികോം എഞ്ചിനീയറിംഗിൽ പഠിച്ചു. ആർമിയിൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ 17 വർഷം സേവനമനുഷ്ഠിച്ച ശേഷം എനിക്ക് VRS എടുക്കേണ്ടി വന്നു. കാരണം എൻ്റെ അമ്മയ്ക്ക് ഗുരുതരമായി സുഖമില്ലായിരുന്നു. എൻ്റെ മാതാപിതാക്കളുടെ ഒരേ ഒരു ആൺകുട്ടി ഞാനായതുകൊണ്ട് എനിക്ക് ജോലി ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. 1 വർഷത്തോളം അമ്മയ്ക്ക് ആവശ്യമായ മെഡിക്കൽ പരിചരണങ്ങൾ നൽകിയ ശേഷം എൻ്റെ മടിയിൽ കിടന്ന് എൻ്റെ കൈ കൊണ്ട് അവസാനമായി ഒരിറ്റ് വെള്ളം കുടിച്ചുകൊണ്ടാണ് എൻ്റെ അമ്മ അവസാന ശ്വാസം വലിച്ചത്. ആർമി വിട്ടതിന് ശേഷവും അമ്മേനെ നോക്കുന്നതിനിടയിൽ ആ വർഷകാലത്ത് ഞാൻ SSC, RRB തുടങ്ങിയ ഒട്ടനവധി ജോലി പരീക്ഷകൾ എഴുതിയിരുന്നു. അമ്മയുടെ മരണശേഷമാണ് ഞാൻ അപേക്ഷിച്ച പരീക്ഷകളുടെ ഫലങ്ങളും കോളുകളും വരാൻ തുടങ്ങിയത്. ഞാൻ പതിവായി അതിലെല്ലാം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് പരീക്ഷയായ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ എനിക്ക് 10ാം റാങ്ക് ലഭിക്കുകയും ഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് വിളിച്ച് എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റേഷൻ മാസ്റ്റർ തസ്തികയിലേക്കുള്ള RRB പരീക്ഷയ്ക്കായി എനിക്ക് വിളി വരുന്നത്. തൃച്ചി റെയിൽവേ കോളേജിൽ നിന്ന് SMI എനിക്ക് ട്രെയിനിങ് ലഭിച്ചു. തുടർന്ന് അന്നത്തെ പാലക്കാട് ഡിവിഷനിൽ എന്നെ നിയമിച്ചു. അന്ന് ആ ഡിവിഷൻ തിരുപ്പത്തൂർ മുതൽ മംഗലാപുരം വരെ ആ ഡിവിഷനിലുടനീളം ഞാൻ റിലീവിംഗ് SMI ജോലി നോക്കി. ഒടുവിൽ വാണിയമ്പലം സ്റ്റേഷനിൽ ഏകദേശം 3 വർഷത്തോളം സ്ഥിരമായി SMI എന്നെ നിയമിച്ചു. അതിനുശേഷം എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ സ്റ്റേഷൻ സൂപ്രണ്ടൻ്റായി എനിക്ക് പോസ്റ്റിംഗ് ലഭിച്ചു. അവിടെ നിന്നാണ് 2001 ഏപ്രിൽ 1 എൻ്റെ 60ാമത്തെ വയസ്സിൽ ഞാൻ വിരമിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? വിവരവും വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ആളുകൾക്ക് ഇതുപോലൊക്കെ ജോലിയൊക്കെ കിട്ടിയെന്നിരിക്കും. അല്ലാതെ തലയിൽ ചാണകം വെച്ചോണ്ട് ഇങ്ങനെ വന്നിരുന്ന് കുരയ്ക്കുന്ന നിനക്കൊക്കെ പട്ടിയുടെ വില ആരെങ്കിലും തരുവോ? രാഷ്ട്രീയം പറയുമ്പോഴത്തേനും മാന്യമായ രാഷ്ട്രീയം സംസാരിക്കണം. അല്ലാതെ ഒരാളുടെ അച്ഛനെ കുറിച്ചും അമ്മേനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും അനാവശ്യം പറയാനല്ലാണ്ട് നിന്നെപ്പോലുള്ള സംഘികൾക്ക് എന്തെങ്കിലും സാധിക്കുമോടാ? നിങ്ങൾ കണ്ടല്ലോ അല്ലേ, തൃശ്ശൂരുകാരെ പറയിപ്പിക്കാൻ വേണ്ടി പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മരവാണം സംഖ്യയാണ്. സത്യം പറയാൻ ഇവന്റെ തലയിൽ ചാണകമൊന്നുമല്ല, മനുഷ്യവിസർജ്യത്തെക്കാട്ടിലും വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതായിരിക്കും ഇവനെപ്പോലുള്ള മരപ്പൊട്ടന്മാരുടെ തലയ്ക്കകത്തിരിക്കുന്നത്. കാരണം സന്ദീപ് വാര്യർ ഇപ്പം MLA ആയത് ഈ പറയുന്നവന്മാർക്കൊന്നും സൂചിച്ചിട്ടില്ല. സന്ദീപ് വാര്യറിനെ തൃക്കരിപ്പൂരിൽ തോപ്പിക്കാൻ വേണ്ടി അവിടുത്തെ BJP പ്രവർത്തകർ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളുകൾക്ക് വോട്ട് വരെ ചെയ്തു. എന്നിട്ട് പോലും അവിടെ സന്ദീപ് വാര്യർ വിജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോനെ, നിന്നെപ്പോലുള്ള സംഖ്യകൾക്ക് എൻ്റെ പണിയല്ല 8-16ന്റെ പണി സന്ദീപ് വാര്യർ തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ. എന്തായാലും ഈ അണ്ടിമുക്കി ശാഖയിൽ പോയത് വെറുതെ ആയിട്ടൊന്നുമില്ല. കാരണം അത്രത്തോളം നോളജ് ഈ നാറിക്കുണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇന്ത്യ മഹാരാജ്യത്തെ ഇത്രയധികം നാണക്കേടിലാക്കുന്ന, നാണം കെടുത്തുന്ന ഇവന്മാരെ നാണം കെടുത്തുന്ന ഈ വർഗങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാതെ നമ്മുടെ രാജ്യത്തിന് ഒരു പുരോഗതിയോ ഗുണമുണ്ടാകത്തില്ല. ഞാൻ ഇപ്പോഴും ആലോചിക്കുമായിരുന്നു, ഈ ആഴ്ച തന്നെ 2 പ്രാവശ്യമാണ് പെട്രോളിനും ഡീസലിനും വില കയറിയത്. പണ്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 50 രൂപ 60 രൂപ റേഞ്ചിൽ നിന്ന സമയത്ത് ഇവന്മാർ നടത്തിയിട്ടുള്ള പ്രകടനങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ അല്ലേ. പിന്നെ കാളവണ്ടിക്കകത്തും പിന്നെ വണ്ടി മറ്റേ റോഡിലൂടെ തള്ളിക്കൊണ്ട് വന്നു. ഇപ്പം ഇവന്മാർക്ക് ഒന്നും പറയാനില്ലേ? ഈ 2 പ്രാവശ്യം പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചിട്ട് ഒന്നും മിണ്ടാനില്ലേ? അപ്പം എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവനെപ്പോലുള്ള മരമാക്രി നാറികൾക്കൊക്കെ നിങ്ങൾ വേണം മറുപടി കൊടുക്കാൻ കേട്ടോ. നമ്മുടെ സന്ദീപ് വാര്യർ ഈ വർഗീയ രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങി ഓടിയത് കാരണം ഇന്ന് നല്ലൊരു ഭാവി ഉണ്ടായി. കണ്ടിട്ട് ഊത്തലും കടിയും സഹിക്കാൻ വയ്യാതെയാണ് ഇവനെപ്പോലുള്ള തന്തയ്ക്ക് പറക്കാത്ത നായിക്കൾ വന്നിരുന്നുകൊണ്ട് ചിലക്കുന്നത്. പ്രേക്ഷകരെ നിങ്ങൾ കൊടുക്കുക. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.